CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും ഉണ്ടാക്കിയ ധാരണയ്ക്ക് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാണ്, ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെ സഖ്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ്. ഇവർക്ക് 10,000, 5,000 വോട്ട് ഇവിടെ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. മുസ്ലിം സാന്ദ്രതയുള്ള മേഖലയിലൊക്കെ 1,00,000 വോട്ടിനൊക്കെ നമ്മൾ തോറ്റതിൻ്റെ പിന്നിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു 5,000, 10,000, 15,000 വോട്ട് ഇവരുടെ വോട്ടാണ്. അവസാനത്തെ പാർലമെന്റ്, ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ അവിടെ 4,500ഓളം വോട്ട് BJPയുടെ വോട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ 10,000-ലധികം വോട്ട് SDPIയുടേത് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു പത്രസമ്മേളനത്തിൽ. ഒരു 3,000-4,000 വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അത്രയേ ഉള്ളൂ അവിടെ. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുജു T. ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു, പ്രതിനിധി സമ്മേളനം തുടരുകയാണോ? ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചപ്പോൾ സംഘടനാ റിപ്പോർട്ട് പാർട്ടിയിലെ നിലവിലെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അവതരിപ്പിക്കുകയാണ്. അതിന്മേൽ ചർച്ച അതിനുശേഷം ഉണ്ടാകും. ഗ്രൂപ്പ് ചർച്ച, ആ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷമാണ് സംഘടനാ തലത്തിലെ പൊതു ചർച്ച. അത് ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്നത്തെ കാര്യപരിപാടികൾ അത്രയുമാണ്. ഇന്ന് രാവിലെ CPIMന്റെ ജില്ലയിലെ മുതിർന്ന നേതാവായ രാജു എബ്രാഹാമാണ് സമ്മേളന നഗരിയായ യെച്ചൂരി നഗരിൽ പതാക ഉയർത്തിയത്. അതിനുശേഷം പുഷ്പാർച്ചനയും പിന്നീടാണ് ഗോവിന്ദ മാഷ ഉദ്ഘാടന സമ്മേളനത്തിന്റെ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയുള്ള കൂട്ടുകെട്ടിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് അർഹമായ, അതായത് ഫെഡറൽ വ്യവസ്ഥ പ്രകാരം നൽകേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. ശരി സുജു. സുജുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.